ഹായ് സ്റ്റുഡൻസ്. സോ സി എ ഫൗണ്ടേഷൻ പഠിക്കുന്ന പല സ്റ്റുഡൻസിൻ്റെയും ഒരു ഡൗട്ടാണത്. ഇപ്പം നമ്മൾ ലോഡ് എക്സാം ഒക്കെ എഴുതുമ്പോൾ നമ്മൾ സെക്ഷൻസ് പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഓരോ സെക്ഷൻസും ബൈ ഹേർട്ട് ചെയ്യേണ്ടതുണ്ടോ, അതുപോലെ തന്നെ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ സെക്ഷൻസ് ഒക്കെ എഴുതേണ്ടതുണ്ടോ. സോ പലപ്പോഴും ഇതൊക്കെ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. കാരണം ഓരോ സെക്ഷൻസ് പഠിക്കുക എന്നുള്ളതും ഇത് ഓർത്ത് വെക്കുക എന്നുള്ളതും നമുക്ക് ഏകദേശം അത്യാവശ്യം ഒരു 100 അതിലധികമോ സെക്ഷൻസ് നമുക്ക് ഉണ്ട്. നമുക്ക് സി എ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ലോയിൽ വരുന്നുണ്ട്. ഓക്കെ, സോ അപ്പൊ എന്താണ് സെക്ഷൻസിന്റെ എഴുതുന്ന ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഈ സെക്ഷൻസ് പഠിക്കുന്നുണ്ടോ, ജസ്റ്റ് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഐസിയുടെ വ്യൂവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി അവർ സി എ ഫൗണ്ടേഷനിൽ അവർ നിങ്ങൾ സെക്ഷൻസ് പഠിച്ചിരിക്കണമെന്നും ഓരോ സെക്ഷൻസും നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ടായിരിക്കണം. അതായത് ഓരോ സെക്ഷൻസിൽ തന്നെ സബ് സെക്ഷൻസ് ഉണ്ടാവും. സോ അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ഐഡിയ വേണം എന്നുള്ളത് ആര് ഡിമാൻഡ് ചെയ്യുന്നില്ല, ഐസിഎ ഡിമാൻഡ് ചെയ്യുന്നില്ല. അത് അവർ സി എ ഇന്റർമീഡിയറ്റിലും അതുപോലെ തന്നെ സി എ ഫൈനലിലേക്കാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ എങ്കിൽ കൂടെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർ എന്താ പറയാ, നമ്മൾ സെക്ഷൻസ് ഒക്കെ എഴുതിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു കേസ് സ്റ്റഡിയുടെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു സെക്ഷൻ ഡാഷ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അവരൊരു 5, ഇപ്പോൾ സപ്പോസ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അവർ 3 മാർക്ക് തരാൻ ഉദ്ദേശം എന്നുള്ളത് എന്നുണ്ടെങ്കിൽ ഒരു 3.5 മാർക്കെങ്കിലും അവർ തരും. അതായത് സെക്ഷൻസ് എഴുതുന്നതിലൂടെ നമുക്ക് നമ്മുടെ വാല്യൂർ ഒന്ന് കൺവിൻസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ സെക്ഷൻസ് ഏതിലൂടെ അവർ നമ്മളെ കുറിച്ച് എന്താ മനസ്സിലാക്കുന്നത്, അവർ നമുക്ക് ബെറ്റർ ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, മനസ്സിലാവുന്നത്. ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ അത്യാവശ്യം സെക്ഷൻസ്, കണ്ടന്റ്സും പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് അതിന് മാക്സിമം മാർക്ക് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് ഓഫ് സെക്ഷൻസ്. സോ അപ്പോൾ സെക്ഷൻസ് നമുക്ക് പഠിക്കണമല്ലോ. സോ സെക്ഷൻസ് നമ്മളിപ്പോൾ ഓരോ ടോപ്പിക്കിന്റെ സെക്ഷൻസ് പല അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കിടക്കുന്നുണ്ട്. അപ്പോൾ സെക്ഷൻസിനൊക്കെ നമ്മൾ ഒരു അറേഞ്ച് ചെയ്തിട്ട് ഒരു PDF രൂപത്തിലാക്കിയിട്ടുണ്ട്. സോ വേണ്ടവരൊക്കെ എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ സി എ ഫൗണ്ടേഷൻ ഇതുപോലെ ക്രാക്ക് ചെയ്യാത്ത ആരെങ്കിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്തോ, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലെ സെക്ഷൻസും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻസ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഓഫർ എന്താണെന്നുള്ളതും പ്രോമിസ് അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള, കോൺട്രാക്ട് എന്ന് പറയുന്നത് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ടും പാർട്ട്ണർഷിപ്പും എല്ലായിട്ടും കണക്ട് ചെയ്യുന്ന ആക്ടാണ് അത് ഈ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇത് ആക്ച്വലി ഒരൊറ്റ ആക്ട് ആയിരുന്നു, പിന്നെ ഒരു സെപ്പറേറ്റ് ആക്കി. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് സെക്ഷൻസിലോട്ട് പോകാം. സോ നമുക്കറിയാം സെക്ഷൻ 2 എന്ന് പറയുന്നത് പലതും ഡെഫിനിഷൻസ് ആണ്. ഇപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ എ എന്ന് പറയുന്നത് സെക്ഷൻ എ ക്ലോസ് എന്ന് പറയുന്നത് എന്താ, ഓഫർ ഓർ പ്രപ്പോസൽ. ബി എന്ന് പറയുന്നത് പ്രോമിസർ, പിന്നെ പ്രോമിസർ ഓർ പ്രോമിസി. സി ഡി ഫോർ കൺസിഡറേഷൻ, ഇ ഫോർ അഗ്രിമെന്റ്. അങ്ങനെ കുറെ എന്തുണ്ട് ഡെഫിനിഷൻസ് വരുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് അക്സെപ്റ്റൻസ് ഓഫർ, ഇതിൽ ചിലതൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ആട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിക്കേഷൻ അക്സെപ്റ്റൻസ് ആൻഡ് റിവോക്കേഷൻ ഓഫ് പ്രപ്പോസൽസ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ വെൻ കംപ്ലീറ്റ് ഉണ്ടോ. ഇപ്പൊ ഈ ഒരു സെക്ഷൻ 4 ഉണ്ടല്ലോ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മൾട്ടിപ്പിൾ ടൈംസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഏരിയയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു കേസ് സ്റ്റഡി തരികയും അതിൽ റിലേറ്റഡ് ആയിട്ട് എപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുക, പല കേസ് സ്റ്റഡി നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. സോ നമുക്കപ്പോൾ അറിയാം ഈ ഏരിയ മേ ബി ചോദിക്കാനുള്ളത്. അപ്പോൾ ഈ സെക്ഷൻ വേണ്ടി പറയാം. അപ്പോൾ സെക്ഷൻസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരുപാടുണ്ട്. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സെക്ഷനൊക്കെ നിങ്ങൾക്ക് സെക്ഷൻ 4 ഇപ്പോൾ നിങ്ങൾ ഐഡിയയിൽ വെക്കാൻ മതി. ഓക്കെ, കാരണം ഒരു പെർഫെക്ഷൻ നൽകുക സെക്ഷൻ എഴുതുന്നത്. ഓക്കെ, പിന്നെ റിവോക്കേഷൻ, ഹൗ മെയ്ഡ്, അക്സെപ്റ്റൻസ്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഈ ഒരു PDF പോവാം, ആവശ്യമുള്ളവർ എന്ത് ചെയ്തോ കോൺടാക്ട് ചെയ്യുക. സോ ചാപ്റ്റർ 2 എന്താണ്, കോൺട്രാക്ട്സ്, വോയിഡബിൾ കോൺട്രാക്ട്, വോയിഡ് അഗ്രിമെന്റ്സ്, സോ ഓൺ അങ്ങനെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രീ കൺസെന്റ് എന്താണെന്നുള്ളത്, വോയിഡ് അഗ്രിമെന്റ്സ്. പിന്നെ നോക്കട്ടെ, ഇപ്പൊ ഇതിൽ ഈ ക്വയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, അതുപോലെ തന്നെ ഫ്രോഡ്, ഫ്രീ കൺസെന്റ്, ഇതെന്ന് പറയുന്നത് പലപ്പോഴും ഈ ക്വയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ് അതിന്റെ ഏതെങ്കിലുമൊക്കെ ഡെഫിനിഷൻ കറക്റ്റ് ഡയറക്റ്റ്ലി ചോദിക്കാറുണ്ട്. അപ്പൊ ഡെഫിനിഷൻസ് ഒന്നും നമ്മുടെ രീതിയിൽ എത്തിയിട്ടുള്ള മേക്ക് ചെയ്തിട്ട് കാര്യമില്ല. എങ്ങനെയാണോ ഡെഫിനിഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ സെയിം ഡെഫിനിഷൻ നമ്മൾ എഴുതാനുണ്ട്. ഓക്കെ, യെസ്. അതുപോലെ തന്നെ നോക്കട്ടെ, കണ്ടിജന്റ് കോൺട്രാക്ട്, അതിന്റെ ഡെഫിനിഷൻസ്, കാര്യങ്ങൾ. പിന്നെ പെർഫോമൻസ് ഓഫ് എ റെസിപ്രോക്കൽ പ്രോമിസ്, അതിൽ ആ ടോപ്പിക്കിൽ വരുന്ന കുറേ സെക്ഷൻസ് ആണ്. പിന്നെ ചാപ്റ്റർ 5 വരുന്ന കുറച്ച് സെക്ഷൻസ്. അതുപോലെ തന്നെ
ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി വരുന്ന കുറച്ച് സെക്ഷൻസ്. ഓക്കെ, യെസ്. അതുപോലെ തന്നെ ബെയിൽമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസ്. ഇത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ വരുന്ന. അതുപോലെ തന്നെ പ്ലഡ്ജ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസ്. ആക്ച്വലി ഞാൻ പറയുന്നത് ഈ കോൺട്രാക്ട് ആക്ടിലെയും സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ടിലെയും ബേസിക് ആയിട്ടുള്ള സെക്ഷൻസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ പ്ലഡ്ജും അതുപോലെ തന്നെ എന്താ പറയുക നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിലെ സെക്ഷൻസ് പഠിച്ചിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയാം. ഓക്കെ, പിന്നെ സെക്ഷൻ്റെ റിവോക്കേഷൻ ഓഫ് അതോറിറ്റി അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്. ചാപ്റ്റർ 3 സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട്. സോ ഇതിലുണ്ടോ ബയ്യർ എന്താ, ഡെലിവറി എന്താ, ഡെലിവറി സ്റ്റേറ്റ് എന്താ, ഡോക്യുമെന്റ്സ് ഓഫ് ഓരോ സെക്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ സെക്ഷൻ 2 എന്ന് വരുന്നതാണ്. സെക്ഷൻ 2 എന്ന് പറയുന്നത് ഒരു വിധം ആക്ടുകളൊക്കെ സെക്ഷൻ 2 എന്ന് പറയുന്നത് ഡെഫിനിഷൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, കണ്ടോ ഓരോ സെക്ഷൻസ് വളരെ വൃത്തിയായിട്ട് കൊടുക്കുന്നുണ്ട്. സെയിൽ ബൈ പേഴ്സൺ നോട്ട് ദ ഓണർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട്. അതുപോലെ തന്നെ റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ അഗെയിൻസ്റ്റ് ദ ഗുഡ്സ്. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ കേസ് സ്റ്റഡി രൂപത്തിൽ എന്ത് ചെയ്യാം ചോദിക്കാം. അതുപോലെ തന്നെ ഇന്റർ പാർട്ട്ണർഷിപ്പ് ആകും. പാർട്ട്ണർഷിപ്പ് എന്താണ്, പാർട്ട്ണർഷിപ്പ് വിൽ ബി ഹോൾഡിംഗ് ഔട്ട് അതൊക്കെ. ഓക്കെ, ചിലപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ സ്മോൾ കമ്പനീസ് എന്താണെന്നുള്ളത് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് പലപ്പോഴും. ഓക്കെ, അതുപോലെ തന്നെ മൈനർ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മൈനർ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടല്ലോ, മൈനറിന് ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ മൈനർ അഡ്വാൻറ്റേജ് ബെനഫിറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഇതൊക്കെ എന്താണ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. സെക്ഷൻ 30. അപ്പോൾ ആ സെക്ഷൻ 30 എന്ത് ചെയ്യാം മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചതാണ്. അപ്പോൾ സെക്ഷൻ 30 വേണമെങ്കിൽ എന്ത് ചെയ്യാം ഓർത്ത് വയ്ക്കാം. പിന്നെ എക്സ്പെൽഷൻ ഓഫ് പാർട്ട്നേഴ്സ് സെക്ഷൻ 33. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേമിൻ്റെ ഇത് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ചാപ്റ്റർ 5 LLP സെക്ഷൻസ് പഠിക്കണം കേട്ടോ. എന്നാലും സെക്ഷൻസ് കൂടെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കമ്പനീസ് ആക്ട്. ഓക്കെ, 1 പേഴ്സൺ കമ്പനി എന്താണ്, ഓതറൈസ്ഡ് ഇത് എന്താണ്, ഇത് കാര്യങ്ങൾ. ഇത് ഏതെങ്കിലുമൊക്കെ പലപ്പോഴായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സ്മോൾ കമ്പനി എന്താണോ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡെഫിനിഷനൊക്കെ ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 15 പേജുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് സെക്ഷൻ. ഇറ്റ്സ് മോർ ദാൻ 100. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ആൾറെഡി നമ്മളെ റിവിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് മാത്രം ഫൈൻഡ് ചെയ്തിട്ടുണ്ട്, അത് മാത്രം പഠിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ബാക്കിയുള്ളതിനെ പറ്റി ഒന്നും കെയർ ചെയ്യണ്ട. പിന്നെ ഡെഫിനിഷൻസ് ഒക്കെ അതുപോലെ തന്നെ മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കുക, ഇമ്പോർട്ടൻ്റ് ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും എക്സാം അടിച്ചു പൊളിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.